തോപ്പുംപടി ഡിവിഷനിൽ ഷീബ ഡ്യൂറം ഇക്കുറിയും സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇത്തവണ LDFിലാണ് ഇറങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം? ഡിവിഷനില് ഞങ്ങളിപ്പോൾ 5 വർഷം മുമ്പ് ജയിച്ചു വന്നപ്പോൾ ഒരു പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലാണ് വന്നത്. അറിയാം, ലോകത്തിൽ തന്നെ ആദ്യമായി കേട്ട കോവിഡ്, അതിനെ അതിജീവിച്ചു. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളത് ചെയ്തിരിക്കണം. ഞങ്ങൾ കോർപ്പറേഷനിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയവും ഒരു ഡിവിഷൻ ഫണ്ട് പോലും എടുക്കാൻ കോൺട്രാക്ടർമാരില്ല. അത്ര അവർക്ക് കടബാധ്യതയുള്ള ഒരു സമയം. അപ്പോൾ ഡിവിഷൻ വർക്കില്ല. ഒരു നികുതിദായകന് എപ്പോഴും അടിസ്ഥാന സൗകര്യം, റോഡ്, വെളിച്ചം, ശുദ്ധജലം ഇത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധിക്കുണ്ട്. ഇത്തരത്തിൽ വർക്കുകൾ നടക്കണമെങ്കിൽ അവിടുത്തെ MLA ഇടതുപക്ഷത്തിന്റെ MLA ആണ് KJ മാക്സി അവർ. 2 ടേം ആ ഡിവിഷനിൽ കൗൺസിലറായിരുന്നത്. അതിനുശേഷമാണ് MLA ആയത്. അപ്പോൾ ആ വാർഡിനെ കുറിച്ച് ഒത്തിരി പുള്ളിക്ക് ഓരോ വോട്ടറെയും തിരിച്ചറിയാം. അപ്പോൾ ഓരോ പ്രദേശത്തിന്റെയും ഡിവിഷൻ വർക്കുകൾക്കും മറ്റ് പ്രധാന റോഡുകളൊക്കെ വെള്ളക്കെട്ടുണ്ടായിരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ തരികയും അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. ഇത് ഒരു ചെറിയ വിഷയം അതിനു മുമ്പ് ഉണ്ടായിരുന്നു. അത് മാപ്പപേക്ഷയിലൂടെ കഴിഞ്ഞതാണ്. ഞാൻ വീണ്ടും പോകാൻ തയ്യാറുമായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രാദേശികമായ ആളുകൾ എന്നെ ആ ഒരു ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുരടിപ്പ് ചെയ്യിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഡിവിഷനിലെ MLA ഫണ്ട് തരുമ്പോഴും അത് MLA കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുമ്പോഴൊക്കെ മറ്റ് ഡിവിഷനുകളിൽ ഇപ്പൊ MLA ഫണ്ട് കൊടുത്ത് അവിടെ MLAയുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രീയമില്ല. പക്ഷേ ഷീബ ഡ്യൂറം എന്ന കൗൺസിലർ അവിടെ MLA ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായി എന്നെ ആക്രമിക്കുകയും ഞാൻ LDFിൽ ചേർന്ന് അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ പരിപാടികൾ പോലും എന്നെ പങ്കെടുപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോയത് കൊണ്ടാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ 5 വർഷം ഇവിടെ മുന്നേറുമ്പോൾ അഡ്വക്കേറ്റ് M അനിൽകുമാർ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിവിഷനിൽ രാഷ്ട്രീയപരമായല്ല നമ്മൾ വികസനങ്ങൾ, അത് ഏത് ഫണ്ട് ജനങ്ങൾക്കറിയില്ല. MLA ഫണ്ടാണോ, MP ഫണ്ടാണോ, കോർപ്പറേഷൻ ഫണ്ടാണോ എന്ന് ഫണ്ടുകൾ കൊണ്ടുവന്ന ആ ഡിവിഷനിൽ വികസനം കൊണ്ടുവരിക എന്നതാണ് ജനപ്രതിനിധിയുടെ ഒരു കടമ. അത്തരത്തിൽ വികസന മുരടിപ്പ് നടത്തുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അപ്പൊ അവര് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് നിൽക്കുമ്പോൾ ഇടതുപക്ഷം ശരിയെന്ന് തോന്നുന്നു. കാരണം ഇന്ന് നോക്കുമ്പോൾ ഞങ്ങൾ പുതിയ കൗൺസിൽ ഹാളിൽ ഇരിക്കുന്നു. മാർക്കറ്റുകൾ നവീകരിച്ച് മാർക്കറ്റിന്റെ ഉൾക്കാണ് അങ്ങനെ എടുത്തു പറയത്തക്ക ഒത്തിരിയേറെ വികസനങ്ങൾ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ ചെയ്യുന്നതിനുപരി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓരോ കൗൺസിലർക്കും എടുത്തു പറയാം. പല ടർഫുകൾ ഉൾപ്പെടെ ഇപ്പൊ എന്റെ ഡിവിഷനിൽ പൊതു ഇടങ്ങളില്ല, പക്ഷെ ഉള്ള ഇടങ്ങളിലെല്ലാം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നുള്ള വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു വെല്ലുവിളിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. തോപ്പുംപടി എന്നൊരു കുടുംബം, ഞാൻ എപ്പോഴും അങ്ങനെ സംസാരിക്കുള്ളൂ. അവരെന്നെ ചേർത്ത് നിർത്തിയത് ഞാൻ അന്നും കൗൺസിലറായി വരുമ്പോൾ എന്നെ ആ ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല, എന്നെ നമ്മളെന്ന വ്യക്തി ഉള്ള ആ ഒരു ഇതിൽ തന്നെയാണ് എനിക്ക് വോട്ട് ചെയ്തത്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം അവരോട് സംസാരിക്കുകയും മിക്കവരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം നോക്കുന്നില്ല, ഷീബയുടെ പ്രവർത്തനങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്നില്ല, ഇവിടെ കൗൺസിലറായിട്ട് വന്നാൽ മതി, ഞങ്ങളൊപ്പം ഉണ്ടാവും എന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തിനെ. കാരണം നമ്മളെ എന്ത് കാര്യത്തിനും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ്, ഞാനെല്ലാം എടുക്കുന്ന അങ്ങനെയാണ്. എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചാലേ ഞങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഓരോ വോട്ടറും തീരുമാനിക്കണം. വികസന പദ്ധതികൾ ഗുണം ചെയ്യും കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ ഒത്തിരിയേറെ. ഞാനിപ്പോ എന്നാൽ 100% ചെയ്തു തീർത്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ഉള്ളിൽ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും അത് തിരിച്ചു കേൾക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഒരു വെല്ലുവിളിയായിട്ടുള്ള ഒരു കടമയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നിറവേറ്റണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നാളെ മുതൽ ആരംഭിക്കുമെന്നാണ്, പ്രചരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഷീബ ഡ്യൂറം വ്യക്തമാക്കിയിരിക്കുന്നത്.